രാവിലെ നേരത്തെ എണിച്ചതിൻ്റെ മുഖത്തേന്ന് കേട്ടോ ഫെയറുവിൻ്റെ ഫേസിൽ കാണുന്നത്. ഉമ്മയുടെ താത്താടെ മോൻ്റെ നിക്കാഹാണ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ടുണ്ട്. നേരെ പോയത് ഉമ്മയുടെ വീട്ടിലേക്കാണ്, മാമാടെ വീട്ടിലേക്ക്. അവിടെ പോയപ്പോൾ അവരൊന്നും റെഡി ആയിട്ടില്ല. 10 മണിക്ക് നിക്കാഹെന്ന് പറഞ്ഞതാണ്. അവരവിടെ ചടവടയെന്ന് പറഞ്ഞിട്ട് ഓട്ടവും പാച്ചിലും അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. ഈ വീട്ടിലാണ് നിക്കാഹ് നടക്കുന്നത്. അപ്പോൾ പെണ്ണിന് കൊടുക്കാനുള്ള ബൊക്കെ നമ്മളുടെ പെണ്ണിൻ്റെ നാത്തൂൻ തന്നെയാണ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇതാ നിക്കാഹ് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് അവരൊക്കെ പോയി. അതൊക്കെ നോക്കി നിൽക്കുന്ന താത്താരും നാത്തുമാരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ നിൽക്കുന്നത്. അപ്പം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്കൊരു ടാങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെയറു മാത്രമല്ല, കുട്ടികൾക്കൊക്കെ ഭയങ്കര കരച്ചിലാണ് അതിൻ്റെ ഉള്ളിൽ. ഒന്നാമത് ഈ ഒരു ചൂടാണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുറത്ത് പോയി നോക്കിയപ്പോൾ അവിടെ കുട്ടികൾ നല്ല കളിയാണ്. അപ്പോൾ ഫെഹറും അതിൻ്റെ ഉള്ളിൽ കൂടി. പിന്നെ ഇതാ 2 താത്താർ നല്ല ഉള്ളിൽ ഇരുന്നിട്ട് തന്നെ അവരമ്മയുടെ അടുത്തിരുന്നിട്ട് കളിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളി ഫുഡാണ്. നല്ല ബീഫ് ബിരിയാണിയും ചിക്കനും, ഒരു രക്ഷയുള്ള ഫുഡ്. ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ അതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അടിപൊളി ഫുഡാണ്. പിന്നെ ഫെയർ ഫുഡ് പിന്നെ വേണ്ടല്ലോ, അവനക്ക് പിന്നെ ഒന്നും വേണ്ടല്ലോ, വായു തിന്നാൽ മതിയല്ലോ. അപ്പം ഞാൻ അവനോട് ചോദിക്കുന്നതാണ് ഈ കാണുന്നത്, ഫുഡൊന്നും കഴിക്കുന്നില്ലേന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇജുമോനുള്ളതുകൊണ്ട് വലിയ സീനില്ല. ഇജുമോനെ കിട്ടിയ അവൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിക്കോളും ഫെയറു. അങ്ങനെ പിന്നെ അവന് ഫുൾ ടൈം അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് കുറച്ച് ഇടയുള്ള ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ബിസി ആയിരുന്നു. അവിടെ പോയി ഒരു വാട്ടർ കുടിച്ചു. അവിടെ ഫുഡ് ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ പെണ്ണിനെ മാറ്റിക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മാമാടെ വീട്ടിൽ തന്നെ പോയി. പിന്നെ അവിടെ പോയി എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി അവിടെയും കുറച്ച് നേരം സ്റ്റക്കായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ചെറിയ മാമാടെ വൈഫ് അവിടെ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഇതാ നടന്ന് പോകാൻ കുറച്ചുകൊണ്ട് നടക്കാൻ തന്നെ ഉള്ളൂ. അപ്പം ഞാനും ലച്ചും ഫെയറും കൂടിയിട്ട് അവിടേക്ക് നടന്നു പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. അപ്പോൾ ബൈ.